വേനൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഒരുമനയൂർ ലോക്ക് സ്ഥിരമായി തുറന്ന് ജലനിരപ്പ് നിയന്ത്രിക്കണമെന്ന് STU സംസ്ഥാന നേതൃസമിതി അംഗം VP മൻസൂർ അലി ആവശ്യപ്പെട്ടു. ഒരുമനയൂർ ലോക്ക് തുറക്കാത്ത പക്ഷം മഴ ശക്തമാകുന്നതോടെ ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത്, കടപ്പുറം ഗ്രാമപഞ്ചായത്ത്, ചാവക്കാട് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഒരുമനയൂർ ലോക്കിന് സമീപമുള്ള വീടുകൾക്കു ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ പെരുകി പകർച്ചവ്യാധികൾ പടരാൻ കാരണമാകുമോ എന്നുള്ള ആശങ്കയിലാണ് നാട്ടുകാർ. അതേസമയം മൂന്നാംകല്ല് പാലത്തിന് മുകളിൽ നിന്ന് അറവു മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായിരിക്കുകയാണെന്നും ഇത് പ്രദേശത്തെ ശുചിത്വ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാക്കുമെന്നും നാട്ടുകാർ ആരോപിച്ചു. അതിനാൽ മഴക്കാലം ശക്തമാകുന്നതിനു മുമ്പ് ഒരുമനയൂർ ലോക്ക് സ്ഥിരമായി തുറന്ന് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനും ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് VP മൻസൂർ അലി ആവശ്യപ്പെട്ടു. നമുക്ക് വേറൊന്നല്ല, ഞങ്ങൾ എൻ്റെ വീട് പാലത്തിൻ്റെ അപ്പുറമാണ്. അപ്പോൾ നമ്മളെ ഈ പുഴ നിറച്ച് കൊതുക് മുട്ടിട്ടിട്ട് കുഞ്ഞുങ്ങളിങ്ങനെ തിളച്ചിരുന്നാണ് കൊതുക്. ഇപ്പോൾ 2 ദിവസത്തെ മഴ പെയ്ത കാരണം താന്നിരിക്കുകയാണ്. അത് കുറച്ച് വെള്ളം കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൊതുകിൻ്റെ ഈ പച്ചര വെള്ളം പോയി കിട്ടും നമുക്ക്. അപ്പോൾ കുറച്ച് സമാധാനമാവും. ആ കൊതുകളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാവില്ല. ഇത് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ല. നമുക്ക് കൊതുക് അടിച്ചിട്ടും ഈ ചൂരടിച്ചിട്ടും നാറിയിട്ടൊക്കെ വേസ്റ്റ് ഇവിടെ ഈ പാലത്തിൻ്റെ മേലെ ആദ്യം ക്യാമറ ഉണ്ടായിരുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ കണ്ടമാനം വേസ്റ്റ് കൊടുത്ത് തള്ളുകയാണ് ഈ പാലത്തിൻ്റെ മേലെ. ഈ കോഴിയുടെ വേസ്റ്റൊക്കെ അവിടെയൊക്കെ നിറഞ്ഞെടുക്കുകയാണ്. വടക്കേ ഭാഗത്തൊക്കെ ഞങ്ങളെ വീടിൻ്റെ ഭാഗത്തൊക്കെ നിറഞ്ഞെടുക്കുന്നു. കോഴിയുടെ വേസ്റ്റും കച്ചറ ഇതൊക്കെ കൊണ്ടിട്ടിട്ട്. അപ്പോൾ നമുക്കിതിന് എന്തെങ്കിലും ഒരു പരിഹാരം നമുക്കിതിന് കണ്ടിട്ടുണ്ട്. കുറച്ചെങ്കിലും വെള്ളം നിങ്ങൾ തുറന്നു വിടും.